കീറ്റോ റാപ്സ് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ മുമ്പ് ഉപയോഗിച്ച റാപ്പ് 220 കാലറീസാണ് ഒരു സിംഗിൾ റാപ്പിൽ. 200 to 220 കാലറീസാണ്. ഞാൻ ആ റാപ്പ് മാറ്റിയിട്ട് കീറ്റോ റാപ്പ് വെച്ച് സ്വാപ്പ് ചെയ്തു. അപ്പോൾ കീറ്റോ റാപ്പിന് 90 കാലറീസേ ഉള്ളൂ. പിന്നെ ഇതിൽ റാദർ ദാൻ മേക്കിംഗ് ലൈക്ക് 2 മെയിൻ കോഴ്സ് മീൽ ഉണ്ടാക്കുന്നതിന് പകരം, വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഗതിയിൽ ഉണ്ടാക്കുന്നതിന് പകരം റോ വെജീസ് പെയർഡ് വിത്ത് സം ടൈപ്പ് ഓഫ് ആസിഡ്, ചിലപ്പം വിനെഗർ ആയിരിക്കും. വിനെഗറും കുറച്ച് എന്തെങ്കിലും സ്പൈസസ്, വല്ല പെപ്പറോ മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സ്പൈസി ആയിട്ടുള്ള അസിഡിക് ആയിട്ടുള്ള എന്തെങ്കിലും വെജീസ്, ക്യാപ്സിക്കം, റെഡ് പെപ്പർ, യെല്ലോ പെപ്പർ, പിന്നെ ഒനിയൻ, ടൊമാറ്റോസ്, എനിത്തിങ് യു വോണ്ട്. ഇതൊന്നും കാലറീസ് ആഡ് ചെയ്യുന്നില്ല. അതിൽ തന്നെ ഫൈബറുണ്ട്, ഭയങ്കര സേഷ്യേറ്റിംഗ് ആണ്, വയറ് ഫില്ലാവും. പ്ലസ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ലീൻ ആയിട്ടുള്ള മീറ്റും ആഡ് ചെയ്യും. സംടൈംസ് ഡെല്ലി മീറ്റ് ആയിരിക്കും, ചില സമയത്ത് നമ്മൾ ചിക്കൻ വാങ്ങിച്ച് ചെയ്യും, ചില സമയത്ത് ബീഫ് ചെയ്യും, റൈറ്റ്. ഇത് ഭയങ്കര ഫില്ലിംഗ് ആയിട്ടുള്ള റാപ്പായിരുന്നു. വേണമെങ്കിൽ സോസ് ഉപയോഗിക്കാം, പക്ഷേ ഒരു കട്ടിൻ്റെ സമയത്ത് ഐ പ്രിഫർ നോട്ട് ടു ഡു ഇറ്റ്. ഇതാണ് എനിക്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡയറ്റ് ചെയ്യുന്ന സമയത്ത് മോഡ് ഓഫ് പ്രെപ്പിംഗ് മൈ ഫുഡ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഒരു പുതിയൊരു അപ്രോച്ച് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നത്? ഇപ്പോൾ എന്താണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഞാൻ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള യാതൊരുവിധ ഫുഡ് പ്രിപ്പറേഷനും എയിം ചെയ്യുന്നില്ല. റാദർ ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ട്രാഡായിട്ടുള്ള, വളരെ ഓൾഡ് സ്കൂളായിട്ടുള്ള രീതിയിൽ തന്നെ ഡെയിലി കാലറീസ് സെറ്റ് പോയിൻ്റ് കണ്ടെത്തുന്നു, ഒരു സെറ്റ് പോയിൻറ്റിലെത്തുന്നു, മെയിൻ്റനൻസ് ഏതെന്ന് കണ്ടുപിടിക്കുന്നു. വളരെ കാഷ്വലായിട്ടുള്ള ഫുഡുകൾ, ഫുഡ് എന്ന് പറയുമ്പോൾ ചോറ്, മീൻ, എന്തെങ്കിലും തോരൻ, കറി പോലെയുള്ള സംഗതികൾ. പക്ഷേ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കും, നത്തിങ് ടു കോംപ്ലിക്കേറ്റഡ്. ഫ്രോസൺ വെജീസ്. ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡയറ്റിൻ്റെ പ്ലേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 150 grams, 156 ഒരു കപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കപ്പ് റൈസ്, പിന്നെ ഒരു 100 grams ഗ്രൗണ്ട് ബീഫ് ഉണ്ടായിരുന്നു, ലീൻ, പിന്നെ ഫ്രോസൺ പീസ് ആൻഡ് ക്യാരറ്റ് വരും, അത് ഒരു കപ്പ് ഇടും. ഒരു കപ്പ് അറൗണ്ട് 50 grams വരും. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതിൻ്റെ മുകളിൽ ഹോട്ട് സോസ് ഇടും. ഹോട്ട് സോസിൻ്റെ 0 കാലറീസാണ്, പക്ക. പിന്നെ സ്നാക്കായിട്ട് ഗ്രനോള ബാസ് ഉണ്ട്, ഗ്രനോള ബാസ് വിത്ത് മേ ബി എ ബനാന, ഭയങ്കര ടേസ്റ്റിയാണ്. സോ ഒന്നും ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നില്ല. ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നത് ഈ കാലോറിക് ഡെൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം ഷവർമ, പിന്നെ ഏതെങ്കിലും ടൈപ്പുള്ള ഗീ റൈസ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാക്ഡ് വിത്ത് കാലറീസാണ്. സോ അതൊക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ അതല്ലാതെ ബാക്കി ഫുഡ് വെച്ച് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഡെയിലി റിക്വയർഡ് കാലറീസ് 2700 ആണെങ്കിൽ 2200 ഒക്കെ 22 to 2500 ആണ് എനിക്ക് കഴിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം അത് ടു മച്ച്. ഈവൻ ദോ 3 മീലും 2 സ്നാക്കും കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര എത്തുന്നുള്ളൂ. അപ്പോൾ ഗോയിങ് ഫോർവേഡ് ഇനി അങ്ങനെ ആയിരിക്കും. അങ്ങനെ പ്രത്യേക മെത്തേഡുകളൊന്നുമില്ല. ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള 2 രീതികൾ ചിലപ്പോൾ ഞാൻ അവലംബിക്കും, പക്ഷേ നോട്ട് നെസസറിലി അത് ഫോളോ ചെയ്യണമെന്ന്. അപ്പോൾ ഡയറ്റിൻ്റെ സെഷനിൽ ഇപ്പോൾ എൻ്റെ വെയിറ്റ് 175. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എനിക്കൊരു നല്ല ഫീവർ ഉണ്ടായിരുന്നു. സോ ആ ഫീവർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 180 എത്തിയായിരുന്നു. 180യിൽ നിന്ന് ഇപ്പോൾ ഡൗൺ ടു 175 ആയി. ഇനി വെയിറ്റിൽ ഇനി പിന്നെയും കുറയണം. എൻ്റെ ഗോൾ 155 to 160 ആണ്. 5'6" ഹൈറ്റിൽ 155 to 160 ആണ് വേണ്ടത് ടു ബി ഹെൽത്തി. ഇപ്പോൾ ഒരു ഒബീസ് ആയിട്ടുള്ള ഒരു വെയിറ്റ് കാറ്റഗറിയില്ല, ഓവർ വെയ്റ്റ് ഒബീസിൻ്റെ ഇടയ്ക്കായിട്ടാണ് നിൽക്കുന്നത്. ഈവൻ ദോ ഞാൻ എൻ്റെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യം പറഞ്ഞിട്ടായിരുന്നു. ഡിലീറ്റ് ചെയ്ത അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആ വീഡിയോ എവിടെയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിപ്പോഴും അവിടെ എയറിൽ കിടപ്പുണ്ട്. പക്ഷേ ഐ ഡോണ്ട് നോ ഹൗ ടു ആക്സസ് ഇറ്റ്, കാരണം എൻ്റെ കയ്യിൽ എൻ്റെ പാസ്വേഡ് ഒന്നും അറിയത്തില്ല. അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചു. ഹോപ്പ് ഐ വോണ്ട് ലൂസ് ദിസ് അക്കൗണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. സോ ബേസിക്കലി ദിസ് ഈസ് ഇറ്റ് ഫോർ ദ ഡയറ്റ് പാർട്ട്. ഒന്നും കൂടെ ഒന്ന് റാപ്പപ്പ് ചെയ്യുവാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഡെയിലി റിക്വയർഡ് കാലറീസ് മെഷർ ചെയ്യുന്നു ഇക്വേഷൻ വെച്ചിട്ട്. എന്നിട്ട് ഞാൻ ഡെയിലി കഴിക്കുന്ന ഫുഡ് ആക്യുറേറ്റ്ലി ട്രാക്ക് ചെയ്യുന്നു, ഫുഡ്, വെള്ളം. എന്നിട്ട്
ഈ പറഞ്ഞിട്ടുള്ള 2 ആഴ്ചത്തെ ആവറേജ് എടുക്കുന്നു. ഈ 2 ആഴ്ചത്തെ ആവറേജിൽ എൻ്റെ ഈ കാലറീസ് വെച്ചാൽ ഡെയിലി റിക്വയർഡ് ഇക്വേഷൻ വെച്ച് കണ്ടെത്തിയിട്ടുള്ള ഡെയിലി റിക്വയർഡ് കാലറീസും എൻ്റെ വെയ്റ്റിൻ്റെയും ട്രെൻഡ് എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളത് നോക്കും. ഇപ്പോൾ ഞാൻ കഴിക്കുന്ന കാലറി വെച്ചിട്ട് എൻ്റെ വെയിറ്റ് കൂടുകയാണ്, മുകളിലോട്ട് ആണെങ്കിൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ള കാലറീസിൽ നിന്ന് 15% കട്ട് ചെയ്യും. എന്നിട്ട് എപ്പോഴാണോ ഇത് ഫ്ലാറ്റ് ലൈൻ ആവുന്നത്, സോ ദാറ്റ് മീൻസ് അതാണ് എൻ്റെ ഡെയിലി റിക്വയർഡ് കാലറീസ്. 2 ആഴ്ചത്തെ മീഡിയൻ എടുക്കും, ആവറേജ് അല്ല. കാരണം ഈ ആവറേജ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് കുറേ ഔട്ട്ലയേഴ്സ് ഉണ്ടാവും. സോ ഔട്ട്ലയേഴ്സ് നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ ചില ദിവസങ്ങളിൽ മേ ബി ബിക്കോസ് ലൈക്ക് നമ്മൾ കുറച്ചും കൂടെ സോൾട്ടി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു, ചിലപ്പോൾ നമ്മൾ കുറേ വെള്ളം കുടിക്കുമായിരിക്കും. സോ ആ വാട്ടർ വെയിറ്റ് ആഡ് ചെയ്യും. ചിലപ്പോൾ കാർബ് കൂടുതലുള്ള പ്രൊപ്പോർഷണലി കൂടുതലുള്ള ഒരു മീൽ വല്ലതും കഴിച്ചിരിക്കാം. അപ്പോൾ കുറേ വാട്ടർ കണ്ടൻറ്റ് ഹോൾഡ് ചെയ്യും ബോഡി. സോ അങ്ങനെയുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ഏതെങ്കിലും ഡാറ്റ പോയിൻ്റ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ 7 ഡാറ്റ പോയിൻ്റ് ഒരാഴ്ച ഉള്ളു, 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് അത് 14 ആവും. സോ 14 ഒരു പക്ഷേ 2-3 ഔട്ട്ലെയേഴ്സ് ആണെങ്കിൽ നമുക്ക് ആ ഔട്ട്ലെയേഴ്സ് എലിമിനേറ്റ് ചെയ്ത് ബാക്കിയുള്ളതിൻ്റെ ട്രെൻഡ് ലൈൻ വെച്ച് നമുക്ക് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാം. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. മെയിൻ്റനൻസ് കണ്ടുപിടിക്കുക, അതാണ് ഫസ്റ്റ് കോള്. അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. മെയിൻ്റനൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ദർ ആർ 2 ways to do it. എൻ്റെ ഒന്നെങ്കിൽ എക്സ്പെൻഡിച്ചർ കൂട്ടുക, അല്ലെങ്കിൽ എൻ്റെ കാലറീസ് കട്ട് ചെയ്യുക. മീ പേഴ്സണലി ഐ ഡോണ്ട് ലൈക്ക് ടു ഗോ ഓൺ എ ഡെഫിസിറ്റ്, ലൈക്ക് ആക്റ്റീവ് കഴിക്കുന്ന ഡയറ്റിൽ ഒരു ഡെഫിസിറ്റിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല. ഐ വുഡ് റാദർ സ്പെൻഡ് സം മോർ എനർജി. അതായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ എൻ്റെ ബോഡിക്ക് താല്പര്യം. അല്ലെങ്കിൽ ഞാൻ ഒരു ഭയങ്കര സ്റ്റാർവേഷൻ മോഡിൽ പോകും. സോ വൺ തിങ് ടു ബി അവെയർ അബൌട്ട് ഈസ് ടു നോട്ട് ടു ഗെറ്റ് ഹംഗ്രി. നമ്മൾ വിശക്കുന്ന സമയത്താണ് നമ്മളല്ലാതാവുന്നത്. നമ്മൾ സ്നിക്കേഴ്സിൻ്റെയൊക്കെ പരസ്യം കണ്ടിട്ടുണ്ട്. പീപ്പിൾ ഗെറ്റ് മാഡ്. നമ്മൾ റാഷണലി ചിന്തിക്കില്ല. ഇപ്പോൾ വെൽ ഫെഡ് ആയിട്ടുള്ള വെൽ റെസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ ഭയങ്കര മാന്യന്മാരാണ്. നമുക്കെല്ലാം അറിയാം. നമ്മൾ വളരെ റാഷണലായിട്ടുള്ള ചിന്തകൾ നടത്തിയിട്ട് വളരെ റാഷണലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എപ്പോഴാണോ വിശപ്പ് ഹിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൈമൽ സ്പോട്ടിൽ നിങ്ങളെ ഹിറ്റ് ചെയ്യുന്നത്, ആ സമയത്ത് തന്നാൽ എന്തും കഴിക്കുന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ദ ഗോൾ ഈസ് ടു നോട്ട് ഗെറ്റ് ഹംഗ്രി. ചില സമയത്ത് ഹങ്കർ നല്ലൊരു കാര്യമാണ്. പക്ഷേ വെൻ യു ഹാവ് എ ഗോൾ, വെൻ യു ഹാവ് ലൈക്ക് എ മെഷേർഡ് അപ്രോച്ച്, ലൈക്ക് ആ ഒരു പ്ലാൻ കുളമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം ആ ഹങ്കർ സപ്രസ് ചെയ്യുക. അതിനുവേണ്ടി മൾട്ടിപ്പിൾ മീൽസ്, ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള കാലറിക് എന്താ പറയുന്നത്, ഡെൻസിറ്റി കുറവുള്ള, നോട്ട് ടു മെനി കാലറീസ്, പക്ഷേ അതേസമയം തന്നെ നിങ്ങൾക്ക് വളരെ സേഷ്യേറ്റിംഗ് ആയിട്ടുള്ള ഫില്ലിംഗ് ആയിട്ടുള്ള ഫുഡ് വെച്ചിട്ട് നിങ്ങളുടെ ഹങ്കറിനെ സപ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരവസ്ഥയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കാര്യം. സോ ഡയറ്റിൻ്റെ ഒരു ഈ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇതാണ് എനിക്ക് ഡയറ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെ അടുത്തത് എൻ്റെ എക്സസൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുവരെ ചെയ്തിട്ടുള്ളതും പാളിയതും ഇനി ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഐ ഡോണ്ട് നോ, ഇറ്റ്സ് അബൌട്ട് ലൈക്ക് 15 minutes. ഞാൻ ചിലപ്പോൾ ഇത് 3 പാർട്ടായിട്ട് കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. റൈറ്റ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ പാക്കലാം. താങ്ക്സ്.